എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും നന്മയായി നീ കടന്നിരിക്കണമേ. ഈ പ്രാർത്ഥനയോട് കൂടി തന്നെ സദ്ഗമയ ടിവിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളേവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മിനിസോട്ടയിൽ നിന്ന് ഞാൻ ശാരദ ഗണേഷ്. സ്ത്രീകളുടെ ശബരിമല എന്ന വിശ്വവിഖ്യാതമായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. ഈ ഉത്സവത്തിന്റെ 9ാം ദിവസമായ കുംഭമാസത്തിലെ പൂരം നക്ഷത്രത്തിന്റെ അന്നാണ് ആറ്റുകാൽ ഭഗവതിക്ക് പൊങ്കാല സമർപ്പിക്കുന്നത്. അമേരിക്കയിലും വിവിധ നഗരങ്ങളിൽ പൊങ്കാല ഭക്തിയോടെയും നിഷ്ഠയോടെയും ആഘോഷിക്കപ്പെട്ടു. ഈ ആഘോഷങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ നിങ്ങൾക്കായി ഇതാ.
സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. അമ്മേ നാരായണ നമോ, ദേവി നാരായണ നമോ, ലക്ഷ്മി നാരായണ നമോ, ഭദ്രേ നാരായണ നമോ. ഓം ദേവി മൂകാംബികേ വിദ്യാകാരിണി സരസ്വതി, നാവിൽ മനസ്സിൽ വിളങ്ങണേ കൊല്ലൂർ വാഴും ജ്ഞാനാംബികേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം ദേവി ജഗന്മയി അമ്മേ ശ്രീധരി പ്രിയങ്കരി, തിരുമിഴിയാലേ ഒഴിയണമേ ചോറ്റാനിക്കര ഭഗവതി. അമ്മേ നാരായണ നമോ, ദേവി നാരായണ നമോ, ലക്ഷ്മി നാരായണ നമോ, ഭദ്രേ നാരായണ നമോ. ഓം ദേവി സർവേശ്വരി രുദ്രേ അഘോരമൂർത്തിനി, തെറ്റുകളെല്ലാം പൊറുക്കണേ കൊടുങ്ങല്ലൂരിലെ ശ്രീഭദ്രേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം ദേവി ത്രിശൂലിനി അമ്മേ സുമുഖി സുഭാഷിണി, അത്തലൊഴിക്കുക നീ എന്നും ആറ്റുകാൽ ജഗദംബികേ. ഓം ദേവി ജ്വാലാമുഖി ശുദ്ധേ ശങ്കരി കാന്തിമതി. മനോഹര താടങ്കയുഗളീഭൂത തപനോടുപമണ്ഡല പത്മരാഗശിലാദേശപരീഭാവികപോലഭൂ നവവിദ്രുമബിംബശ്രീന്യക്കാരിരഗണച്ഛദ ശുദ്ധവിദ്യാങ്കുരാകാര ജപന്തിദ്വയോജ്വല. നമോസ്തുതേ. ജയ 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 ജഗവന്ദിനി മാം, ജയ 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 ജഗവന്ദിനി മാം, ജയ പരമേശ ഹൃദ്വാസിനി മാം, ജയ പരമേശ ഹൃദ്വാസിനി മാം, ജയ 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 ജഗവന്ദിനി മാം, ജയ 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 ജഗവന്ദിനി മാം. ആദിശക്തി പരബ്രഹ്മ സ്വരൂപിണി, ആദിശക്തി പരബ്രഹ്മ സ്വരൂപിണി, ആദിശക്തി പരബ്രഹ്മ സ്വരൂപിണി, ആദിശക്തി പരബ്രഹ്മ സ്വരൂപിണി, ജഗജനനി വസുദേവ വിലാസിനി, ജഗജനനി വസുദേവ വിലാസിനി, പാടിജനനി ജഗദേവ വിലാസിനി, പാടിജനനി. അടുത്തതായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കൃഷ്ണഭക്തി ഗാനമാണ്. ഇതിന്റെ രചയിതാവ് മിനസോട്ടയിലെ സുരേഷ് നായരാണ്.
ഇതിന് സംഗീതം നൽകി ഇതിനെ ആലപിച്ചിരിക്കുന്നത് ബിബിൻ പള്ളുരുത്തിയാണ്. ഞങ്ങളുടെ വിഷു ഉപഹാരമായി നിങ്ങൾ ഏവരും ഇതിനെ സ്വീകരിച്ചാലും. ഞാനൊരു മുളം തണ്ടായി പിറന്നു കാട്ടിൽ, ഞാനൊരു മുളം തണ്ടായി പിറന്നു കാട്ടിൽ, കണ്ണാ കാർമുകിൽ വർണ്ണ കാത്തിരിക്കുന്നു നിന്റെ മുരളികയാ. ഞാനൊരു മുളം തണ്ടായി പിറന്നു കാട്ടിൽ, കണ്ണാ കാർമുകിൽ വർണ്ണ കാത്തിരിക്കുന്നു നിന്റെ മുരളികയാ. നിൻ കൈ തൊടുമ്പോൾ എൻ ഹൃദ്യരാഗങ്ങൾ നിൻ ചുണ്ടു ചേരുമ്പോൾ ഞാൻ നാദവിസ്മയമാ. നീ എനിക്കേകുമീ ഭാഗ്യം, നിന്നിലലിയാതെന്തു ജന്മം. ഞാനൊരു മുളം തണ്ടായി പിറന്നു കാട്ടിൽ. ഗോപിക കാതോർക്കും മോഹനമി വേണുഗാനം. ഗോക്കളും കാതോർക്കും ഹരിതൻ മുരളീരവം. നീ എൻ്റെ പുണ്യമല്ലേ കണ്ണാ, നിന്റെ നാമം എന്നുമെൻ ശരണം. ഞാനൊരു മുളം തണ്ടായി പിറന്നു കാട്ടിൽ, കണ്ണാ കാർമുകിൽ വർണ്ണ കാത്തിരിക്കുന്നു നിന്റെ മുരളികയാ. കാത്തിരിക്കുന്നു നിന്റെ മുരളികയാ. കാത്തിരിക്കുന്നു നിന്റെ മുരളികയാ. മരണത്തിനെ തന്നെ ജയിക്കുവാൻ കഴിവുള്ള അമൃത് നേടിയെടുക്കുന്നതിനായി ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടന്നു. ഈ പാലാഴി മദനത്തിനൊടുവിൽ അമൃത് ലഭിച്ചപ്പോഴോ അത് ആർക്കെന്നായി തർക്കം. അസുരന്മാരും ദേവന്മാരുടെയും ഈ തർക്കത്തിനിടയിൽ അമൃത് പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എന്നിവിടങ്ങളിൽ തുളുമ്പിയത്രേ. ദേവന്മാരും അസുരന്മാരും തമ്മിൽ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധം നടന്നു. ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് മനുഷ്യയുഗത്തിൽ 1 വർഷമാണത്രേ. അതുകൊണ്ട് തന്നെ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിന് തുല്യമായി 12 വർഷം എന്ന കണക്ക് പുറത്തു വന്നു. അതുകൊണ്ട് തന്നെ പ്രയാഗ്രാജിൽ 6 വർഷം കൂടുമ്പോൾ അർദ്ധകുംഭമേളയും 12 വർഷം കൂടുമ്പോൾ പൂർണ്ണ കുംഭമേളയും 144 വർഷങ്ങൾ കൂടുമ്പോൾ മഹാകുംഭമേളയും ആഘോഷിച്ചു തുടങ്ങി.
ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമം തന്നെയായിരിക്കും മഹാകുംഭമേള. കഴിഞ്ഞ ജനുവരിയിലും ഫെബ്രുവരിയിലുമായി ഈ മഹാകുംഭമേള പ്രയാഗ്രാജിൽ നടന്നു. മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ അനുഗ്രഹം ലഭിച്ച ഹ്യൂസ്റ്റണിലെ സുരേന്ദ്രൻ നായർ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നു. 8 ബില്യൺ ജനങ്ങൾ അധിവസിക്കുന്ന ഭൂലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും വിസ്മയിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ മാസം ഭാരതം സാക്ഷ്യം വഹിച്ച മഹാകുംഭമേള കടന്നുപോയത്. അമേരിക്കൻ ജനസംഖ്യയേക്കാൾ ഏറെ ആളുകൾ ഒഴുകിയെത്തിയ ആ ഒരു മഹാസംഗമം ഒരു വിസ്മയം തന്നെയായിരുന്നു. അതൊരു ചരിത്ര നിയോഗമായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. ഭാരതത്തിൻ്റെ സാംസ്കാരിക സമന്വയത്തെ അവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. വ്യത്യസ്തമായ ദേശീയത, വ്യത്യസ്തമായ ഭാഷകൾ, വ്യത്യസ്തമായ വേഷവിധാനങ്ങൾ, വ്യത്യസ്തമായ ആചാര രീതികൾ, ഇതെല്ലാം ഒരേ മനസ്സോടുകൂടി സംഗമിക്കുന്ന ഒരു ഭാരതം, ആർഷഭാരതത്തിൻ്റെ ഒരു സംഗമ പ്രതീതിയാണ് കുംഭമേള നഗരിയിൽ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. ഈ ചരിത്ര നിയോഗത്തിൽ സംഭവിക്കുന്ന ഏറ്റവും പുണ്യകർമ്മം എന്ന് പറയുന്നത് ത്രിവേണി സംഗമത്തിലെ സ്നാനമാണ്. പുണ്യനദികളെയും പുണ്യമായ പ്രകൃതിയുടെ മുഴുവൻ പ്രതിഭാസങ്ങളെയും ആരാധിക്കുന്ന വ്യത്യസ്തമായ ഒരു സാംസ്കാരിക പൈതൃകമാണ് ആർഷഭാരത സംസ്കാരം. നദികളെ നമ്മൾ ആരാധിക്കുന്നു, പർവ്വതങ്ങളെ നമ്മൾ ആരാധിക്കുന്നു, കാറ്റിനെ നമ്മൾ ആരാധിക്കുന്നു, സൂര്യഭഗവാനെ ആരാധിക്കുന്നു. പ്രപഞ്ച പ്രതിഭാസങ്ങളൊക്കെ തന്നെ ഈ സർവേശ്വരം സൃഷ്ടിച്ചിരിക്കുന്നത് അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങളിലൂടെ പ്രതിഫലിപ്പിക്കുന്ന അതേ ചൈതന്യം, ഒരേ ചൈതന്യം അതുതന്നെയാണ് മനുഷ്യനെയും ഉൾക്കൊള്ളുന്നത് എന്ന മഹത്തായ സന്ദേശം ലോകത്തിന് മന്വന്തരങ്ങൾക്ക് മുമ്പേ പ്രദാനം ചെയ്ത ഒരു സംസ്കാരമാണ് ഭാരതീയത. ആ ഭാരതീയതയിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒന്നാണ് മഹാകുംഭമേള. അത് 144 വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു നിയോഗമാണ്. നേരത്തെ യുനെസ്കോ പറഞ്ഞത് 2017 കുംഭമേളയെക്കുറിച്ചാണ്. അതിനേക്കാളും എത്രയോ 10 മടങ്ങ് 66 കോടി ജനങ്ങൾ ഈ കുംഭമേള നഗരിയിലേക്ക് ഒഴുകിയെത്തിയെന്നാണ് സ്ഥിതിവിവര കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി രേഖപ്പെടുത്തിയ കണക്കാണ്. ഈ കുംഭമേളയിൽ പുണ്യസ്നാനം ചെയ്യാൻ അവിടെ എത്തിയ ആളുകൾക്ക് ഒരുക്കിയിരുന്ന സൗകര്യങ്ങൾ, അവിടെ കണ്ട സംഘാടക മികവാണ് ലോകരാഷ്ട്രങ്ങളെ അതിശയിപ്പിക്കുന്നത്. സാംസ്കാരികമോ അതല്ലെങ്കിൽ ആധ്യാത്മികമോ ആയ ആ ഒത്തുചേരലിനേക്കാളെ അതീതമായി ഒരു നദിയെ അല്ലെങ്കിൽ ഒരു നദീതീരത്തെ, ഒരു ചെറിയ പ്രദേശത്തെ എത്രത്തോളം ആധുനികതയുടെ സഹായത്തോടു കൂടി ഈ നിർമ്മിതികളുടെ എല്ലാ സാധ്യതകളും രൂപപ്പെടുത്തി എങ്ങനെ പരിവർത്തനപ്പെടുത്താമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തതാണ് മഹാകുംഭമേളയുടെ ഏറ്റവും വലിയ സംഭാവനയെ ഞാൻ കാണുന്നത്. അതായത് അവിടെ നമ്മൾ കണ്ടത് വളരെ വിശാലമായ ഗംഗയുടെ മാറിടം. ഗംഗയുടെ മാറിടത്തിൽ കുംഭമേളയ്ക്കായി നദി ഒന്ന് കൂപ്പുകൈയോടെ ഒന്ന് മാറി ഒഴുകിയ ഒരു പ്രതീതിയാണ്. അവശേഷിച്ച വിശാലമായ ഗംഗാ തീരത്ത് ഇരുമ്പ് പാളികൾ നിരത്തി പണിതുയർത്തിയ ആധുനികമായൊരു നഗരം. ആധുനികമായ ആ നഗരത്തിൽ 24 മണിക്കൂറും ലഭ്യമാകുന്ന ശുദ്ധജല ടാപ്പുകൾ, അതോടൊപ്പം തന്നെ സോളാർ സഹായത്തോടു കൂടി പകലിന് സമാനമായ
പ്രകാശം ചൊരിയുന്ന, ഡേ ആൻഡ് നൈറ്റ്, രാത്രിയും പകലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വളരെ വിശാലമായ ഒരു കാഴ്ച. അതോടൊപ്പം തന്നെ LED ലാമ്പുകളും, അതോടൊപ്പം അവിടെ സംഘടിപ്പിച്ചിരുന്ന നമ്മുടെ സുരക്ഷാ സംവിധാനം ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിക്കുന്നതാണ്. ഈ 66 കോടി ജനങ്ങൾ ഒഴുകിയെത്തുമ്പോഴും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ വളരെ ഭംഗിയായിട്ട് ചിട്ടയോടുകൂടി അവർക്ക് ഗംഗാസ്നാനവും അതുപോലെയുള്ള കാഴ്ചകളും ഒരുക്കുന്നതിൽ അവിടുത്തെ സംഘാടകർ അല്ലെങ്കിൽ അവിടുത്തെ സർക്കാർ കാണിച്ച അനിതര സാധാരണമായ മികവ്, വൈഭവം ഒരുപക്ഷേ ഭാരതം ഇന്ന് ലോകത്തിനോട് മുന്നിൽ കാണിക്കുന്ന ഒരു വലിയ വളർച്ചയുടെ ഏറ്റവും വലിയ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ യാതൊരു രീതിയിലും ഒരു ആളുകൾക്കും യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് കാണുവാൻ കഴിഞ്ഞില്ല. പിന്നൊരു പ്രത്യേകത, അവിടെ എത്തിയ തീർത്ഥാടകർക്ക് ഒരുക്കിയിരുന്ന സൗകര്യങ്ങളെന്ന് പറഞ്ഞാൽ ആരെയും അതിശയിപ്പിക്കുന്നതാണ്. അത് നേരിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. അവിടെ എത്തുമ്പോൾ നാം കാണുന്ന കാഴ്ച, ഈ നദീതീരം മുഴുവൻ പർണശാലകൾ പോലെ മാറിയിരിക്കുന്ന ഒരു കാര്യം. 3 ലക്ഷത്തോളം സന്യാസിമാരാണ്. അതുപോലെ തന്നെ 50,000-ൽ പരം ആശ്രമങ്ങൾ. ഓരോ ആശ്രമങ്ങളും അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും കൊടുക്കുവാനും അതോടൊപ്പം ഭാരതീയ ആധ്യാത്മികതയുടെ വ്യക്തിയിൽ നിന്നും കടന്ന് സ്വയം അവർ തിരിച്ചറിഞ്ഞ ആത്മനിർവൃതിയുടെ നാളുകൾ അനുഭവിക്കുന്ന ആയിരക്കണക്കിന് സന്യാസി വര്യന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. ശരീരബോധം തീരെ നഷ്ടപ്പെട്ട, ശരീരം എന്തെന്ന് പോലും ആലോചിക്കാതെ, ശരീരത്തിന് ആവശ്യമായ നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിലുള്ള പ്രോട്ടീനും അങ്ങനെയുള്ള ആഹാര സംവിധാനങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് എത്രയോ വർഷങ്ങളായി ജീവിക്കുന്ന സന്യാസിമാർ. അവരുടെ പ്രായം തന്നെ നമുക്കറിയില്ല. അവരൊരു പക്ഷേ ആഴ്ചയിൽ ഒരിക്കൽ ഒരു ആപ്പിളോ ഒരു പഴമോ കഴിച്ചാലായി, ഇല്ലെങ്കിലായി. അവർക്ക് ജീവിക്കുവാനുള്ള എനർജി പ്രകൃതിയിൽ നിന്ന് ആഗിരണം ചെയ്തുകൊണ്ട്, പ്രകൃതിയോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് വളരെ ദിവ്യമായ ഒരു ആനന്ദ അനുഭൂതിയിൽ ലയിക്കുന്ന 100 കണക്കിന് സന്യാസി വര്യന്മാരെ നേരിട്ട് കാണുവാൻ കഴിയും. അവരുടെ സാമീപ്യം, അവരോടൊപ്പമുള്ള ഒരു സഹവാസം, മണിക്കൂറുകൾക്കാണെങ്കിലും മിനിറ്റുകളാണെങ്കിലും അവിടെ നിന്ന് കിട്ടുന്ന ദിവ്യമായ ഒരു അനുഭൂതി അതൊരിക്കലും വാക്കുകൾ കൊണ്ട് നമുക്ക് പറഞ്ഞ് അറിയിക്കുവാൻ സാധ്യമല്ല. അങ്ങനെ ഒരു വലിയ അനുഭവം. എന്താണ് ഭാരതീയമായ ആധ്യാത്മികത? അത് അനുഭവവേദ്യമാക്കുന്ന നിമിഷങ്ങൾ. ഓരോ അഗാഢകളിലും ഓരോ സന്യാസ ആശ്രമങ്ങളിലും നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം, അവിടെ നിന്ന് ലഭ്യമാകുന്ന ഒരു ഊർജം നമുക്കൊരിക്കലും ഇനി ഒരിക്കലും കിട്ടുന്ന ഒന്നല്ല. അത് വേറെ ഒരു തരത്തിലുള്ള സാങ്കേതിക വിദ്യയ്ക്കും ഒരുപക്ഷെ പകർന്നു തരാൻ കഴിയില്ല. അതാണ് പറയുന്നത്, വാക്കുകൾക്കും അതീതമാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവൻ ത്രസിപ്പിക്കുന്ന അനുഭവ സാധ്യതകൾ. പകലും രാത്രിയുമില്ലാതെ 24 മണിക്കൂറും മന്ത്രോച്ചാരണങ്ങൾ മുഖരിതമായ ഒരു ഗ്രാമം. 12 കിലോമീറ്റർ നീളുന്ന നദീതടം മുഴുവൻ ഒരു യാഗശാല പോലെയോ അതിനപ്പുറത്ത് ഒരു പുണ്യ സങ്കേതം പോലെ പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആധ്യാത്മികയുടെ ആദിമ സ്ഥാനമലങ്കരിക്കുന്ന ഭാരതത്തിന് ലോകത്തിനോട് മുന്നിൽ കാണിക്കാനുള്ള ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ മകുടോദാഹരണമാണ് ഈ കുംഭമേള. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിർമ്മാണ മികവാണ് ഏറ്റവും അതിശയിപ്പിക്കുന്നത്. ഇത്രയും സാങ്കേതിക വിദ്യ എങ്ങനെ ഒരുക്കുവാൻ ഭാരതത്തിന് കഴിഞ്ഞു എന്നുള്ളത് കഴിഞ്ഞ ഒരു പക്ഷേ 10-15 വർഷം കൊണ്ട് ഭാരതം നേടിയെടുത്ത ഭാരതം നേടിയെടുത്ത മികവ്. അതായത് സാങ്കേതിക വിദ്യാരംഗത്ത് ആധ്യാത്മികേക്കാളേറെ സാങ്കേതിക വിദ്യയിൽ ഭാരതം കൈവരിച്ച അസൂയാവഹമായ നേട്ടം തന്നെയാണ്. എല്ലാം നിയന്ത്രിച്ചിരുന്നത് ആർട്ടിഫിഷ്യൽ സംവിധാനങ്ങളാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് അവിടെ പ്രകടമായിരുന്നത്. നമുക്കൊന്നും കാണാനുണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ എല്ലാം ക്രമീകരണങ്ങൾ വളരെ ഭംഗിയായി നടത്തിയിരുന്നത് ഇത്തരം നിരീക്ഷണങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഭക്തജനങ്ങളെ നിയന്ത്രിച്ചിരുന്നതും. ഇതെല്ലാം തന്നെ ഇത്തരം സാങ്കേതിക വിദ്യയുടെ സഹായത്താലായിരുന്നു. ആ സംസ്ഥാനത്തിന്, ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന് മാത്രം 3 ലക്ഷം കോടി രൂപയുടെ വരുമാനമാണ് ഇതിലൂടെ ഉണ്ടായത്. അതായത് നമ്മുടെ ആധ്യാത്മിക ടൂറിസം എന്നൊക്കെ
ആധുനിക പത്രപ്രവർത്തകർ അതിനെ വിശേഷിപ്പിക്കുമ്പോഴും വിനോദസഞ്ചാരം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വിനോദമല്ല അവിടെ നമുക്ക് ലഭിക്കുന്നത്. വിനോദത്തിനും അപ്പുറത്തുള്ള എന്തോ അവാച്യമായ ഒരു അനുഭൂതി, പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ദിവ്യമായ എന്തോ ഒരെണ്ണം നമുക്ക് ലഭ്യമാകുന്നു. ഈ പുണ്യസങ്കേതം, ഈ 3 നദികളും ഒത്തുചേരുന്ന പുണ്യസങ്കേതം, അതായത് ഗംഗയും യമുനയും സരസ്വതിയും. ഗംഗ തന്നെ ഒരു വലിയ വിസ്മയമാണ്. ഗംഗ നമ്മൾ കാണുമ്പോൾ ഒരു നദി എന്നതിനപ്പുറത്ത് വ്യത്യസ്തമായ ഭാവഭേദങ്ങളിലാണ് ഗംഗ ഒഴുകുന്നത്. ഗംഗോത്രിയിലെ ഗംഗയല്ല നമ്മൾ പ്രയാഗരാജിൽ കാണുന്നത്, അതേ ഗംഗയല്ല വാരണാസിയിലുള്ളത്. ചിലപ്പോൾ അതിങ്ങനെ കുത്തി രൗദ്രഭാവത്തോടെ ഒഴുകും, ചില സമയത്ത് വളരെ വിശാലമായിട്ട് ഭാരതത്തിന് മുഴുവൻ തഴുകുന്ന ഒരു ജലപ്രവാഹമായി മാറുന്നു. ആ ഗംഗയുടെ വിരിമാറിലേക്ക് യമുനയും സരസ്വതിയും വന്നു ചേരുന്ന ആ പുണ്യസ്ഥലം, ആ പുണ്യസ്ഥലത്ത് നമ്മൾ സ്നാനം ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ അർജിതമായ എല്ലാ പാപങ്ങളും, സഞ്ചിതമായ പാപങ്ങളെല്ലാം ഒരുമിച്ച് അവിടെ നമ്മൾ നിമഞ്ജനം ചെയ്യുമ്പോൾ മുങ്ങി നിവരുന്ന നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മനിർവൃതി വാക്കുകൾക്ക് അതീതമാണ്. അതൊരിക്കലും ഈ ജന്മത്തിൽ നമുക്ക് കിട്ടുക എന്നുള്ളത് അസുലഭമായ ഒരു ഭാഗ്യം തന്നെയാണ്. ഇത്തരമൊരു മഹാകുംഭമേളയും ഒരു മഹാസാംസ്കാരിക സമ്മേളനവും ഹൈന്ദവ ദർശനത്തിൻ്റെ ലോകത്തിനോട് നൽകുവാനുള്ള ഏറ്റവും വലിയ സന്ദേശം പ്രകടമാക്കുകയും അതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞ ഈ തലമുറയിലുള്ള ഓരോരുത്തരും പുണ്യം ചെയ്തവരാണ്. അവർ ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കാലത്തിനോടും ഇന്നത്തെ ആനുകാലികമായ ഈ ഭാരതത്തിൻ്റെ കരുതലിനോടും കടപ്പെട്ടിരിക്കുന്നു. ഇത് അഭംഗുരം ലോകമുള്ള കാലത്തോളം തുടരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമസ്കാരം. അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഹോളി ആഘോഷങ്ങൾ പൊട്ടിപ്പൊടിച്ചു. ഇതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നിങ്ങൾക്കായി. വിരാട്, ഈ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചാറ്റ് ജിപിടിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് സുപ്രീം, ഗ്രാൻഡ്, മജസ്റ്റിക് എന്നാണ്. ഇൻ ഹിന്ദു മിത്തോളജി, യൂണിവേഴ്സൽ ഫോം ഓഫ് ലോർഡ് കൃഷ്ണ സിംബലൈസിംഗ് ഇൻഫിനിറ്റ് എക്സിസ്റ്റൻസ് എന്നാണ് വിരാട് റൂപിനെ പറയപ്പെടുന്നത്. സോ നോ വണ്ടർ KHNE chose Virat to name their Silver Jubilee celebrations this year. ഓഗസ്റ്റ് 17, 18, 19 തീയതികളിൽ അറ്റ്ലാന്റിക് സിറ്റിയിൽ വെച്ചാണ് വിരാട് 2025 കൺവെൻഷൻ നടക്കാനിരിക്കുന്നത്. We request each and every one of you to register for Virat 2025 KHNE Silver Jubilee celebrations either on namaha.org or virat25.com.